ഇന്ന് ആടിൻ്റെ തലച്ചോറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായി കഴുകിയിട്ട് അതിൻ്റെ മുകളിലുള്ളൊരു പാടുണ്ട്, അത് നീക്കി കഴുകി വൃത്തിയാക്കി വെള്ളം വാറ്റി വെച്ചതാണ്. എന്നിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകം കൂടെ ചതച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ തലച്ചോറൊക്കെ നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് കൈകൊണ്ട് തിരുമ്മി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇത് ഇതേപോലെ ആയി കിട്ടിയാൽ, ഇപ്പോൾ ശരിക്കും ഒരു ഓംലേറ്റിന് നമ്മൾ കൂട്ടി വെച്ച പോലെ ഉണ്ട്, അതുപോലെ ആയി കിട്ടിയാൽ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സിം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി കൊടുക്കുക, ചിക്കി എടുക്കുകയാണ് ഇത് ചെയ്യണത് കേട്ടോ. തലച്ചോറൊക്കെ നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓംലെറ്റ് പൊരിച്ചെടുക്കുന്നത് പോലെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ നമ്മൾ ചിക്കി ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അത് നന്നായി വേവും ചെയ്യും. നല്ലൊരു ചെറിയൊരു മുരിച്ചിലൊക്കെ വരും കേട്ടോ. അതേപോലെ ഇങ്ങനെ ചെയ്തെടുത്ത എല്ലാ ഭാഗവും വെന്ത് കിട്ടുകയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതേപോലെ കഴിക്കാനായിട്ട്. അപ്പോൾ ജെറീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. സിം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുരിച്ചെടുക്കുക കേട്ടോ. നന്നായി മുരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 കോഴിമുട്ട എടുത്താലും മതി കേട്ടോ. ഇനി 2 തല വാങ്ങിക്കുമ്പോൾ ബ്രെയിൻ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.